ഗൈസ്, വെൽക്കം ബാക്ക്. പ്രവീൺ മൃദുല അല്ലെങ്കിൽ പ്രണവ് കൊച്ചു, ഇവിടെ ഈ പ്രവീൺ പ്രണവ് എന്നുള്ള ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും വലിയ കോൺട്രവേഴ്സികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് പലരും ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടാത്ത ആൾക്കാരുണ്ട്. അതായത് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഇവരുടെ അഡിക്റ്റായി മാറിയ, സൈക്കോളായി മാറിയ കണ്ണാപ്പിയുടെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഈ പറഞ്ഞ പ്രണവെന്ന് പറയുന്ന പയ്യനെ സപ്പോർട്ട് ചെയ്ത് ധാരാളം ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് രണ്ട് ഭാഗത്തും കേൾക്കണമെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. ശരിയാണ്, രണ്ട് ഭാഗത്തും എല്ലാം കേൾക്കണം. എന്നാൽ എന്തുകൊണ്ട് പ്രവീണിന് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രവീണിന്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്, മൃദുലയുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം, ഈ ഒരു സമാന സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ അനിയന്മാരെല്ലാം മോശക്കാരാന്ന് ഞാൻ പറയുന്നില്ല, ഞാനും ഒരു അനിയനാണ്. പക്ഷേ അനിയന്മാർ ഡൊമിനേറ്റ് ചെയ്യുന്ന വീടുകളിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സർവ്വസാധാരണമാണ്. ഇവിടെ റീസെന്റ് വന്ന ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവരുമായി വളരെയധികം അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ്. ആ ഒരു വെളിപ്പെടുത്തലൂടെ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായ ഒരു കാര്യം, ഈ കുടുംബത്തിൽ കമാൻഡിംഗ് പവറിങ് ഏറ്റവും അധികം ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ കൊച്ചു എന്ന് പറയുന്ന ഈ ചെറുക്കനാണ്. ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ, ഈ ചെറുക്കൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവനൊരു സെമി സൈക്കോ ആയി പല ഘട്ടങ്ങളിലും മാറാറുണ്ട് എന്നാണ് അടുത്തറിയാവുന്നവർ പറയുന്നത്. അതായത് ഈ ചെറുക്കന് ഒരു ജോലിയില്ലാതെ കല്യാണത്തിന് പുറകെയും ബിൽഡിങ്ങിനും ഒക്കെ നടന്നപ്പോഴത്തേനും അവനെ വിളിച്ചുകൊണ്ട് വന്ന ഈ മൂത്ത പയ്യനാണ്. ഈ മൂത്ത പയ്യൻ ജെന്യൂനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ വീഡിയോ എടുത്ത് ശരിയല്ല, അവിടെ മറ്റെന്തോ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവൻ മറച്ചു വെക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവൻ ജെന്യൂനാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവൻ ഇവനെ പോലെ ക്രൂക്കഡ് മൈൻഡ് ഇല്ല. ഈ കൊച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രൂക്കഡ് മൈൻഡാണ്, അല്ലെങ്കിൽ കൊച്ചു എന്ന് പറയുന്ന വ്യക്തി കംപ്ലീറ്റ് ഉടായ്പാണെന്ന് ഒരു അനുഭവസ്ഥ പറയുന്ന വീഡിയോ. കൊച്ചു എന്ന് പറയുന്ന ചെറുക്കന്റെ കൺട്രോളിലാണ് ഈ കുടുംബം മൊത്തം. അമ്മയ്ക്കും അച്ഛനും ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന പയ്യനും, അല്ലെങ്കിൽ ഈ കയറി വന്ന മൃദുലയടക്കമുള്ള ആളുകൾ കൊച്ചു പറയുന്നതിനപ്പുറം ചെയ്തുകൂടാ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ക്യാമറ ഓൺ ആകുമ്പോൾ മാത്രം ഇത്രയും അധികം വിനയനായി, ഇത്രയും എളിമയോടെ പെരുമാറുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു അല്ല യഥാർത്ഥ കൊച്ചു. ഒരുപക്ഷെ അന്യൻ സിനിമയിലെ അമ്പിയും അന്യനെയും പോലെ ക്യാമറ അടുത്ത് വരുമ്പോൾ അമ്പിയായി മാറുകയും അല്ലാത്തപ്പോൾ അന്യനായി മാറുകയും ചെയ്യുന്ന ഒരു ഭീകര മുഖമുള്ള ഒരു വ്യക്തിയാണ് കൊച്ചു എന്നാണ് ഒരുപക്ഷെ പ്രവീൺ അടക്കം പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് 25 വർഷം വരെ പ്രവീൺ ഇത് പറഞ്ഞില്ലെന്നുള്ള. ഇത് സകല കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോഴാണ് ഇത് പറയുന്നത്. എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന്. എല്ലാ വീട്ടിലും വഴക്കുണ്ടാകുമ്പോൾ എന്നെ എപ്പോഴും അവോയ്ഡ് ചെയ്യും, അനിയനെയാണ് സ്നേഹിക്കുന്നത്, അനിയനെയാണ് ഇഷ്ടമെന്ന് എല്ലാവരും പറയുന്ന. ഇതതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിയപ്പോൾ ഇവൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇതുവരെ ഇവൻ പറഞ്ഞില്ല എന്നുള്ളത് ഇവൻ്റെ ഒരു മാന്യതയാണ്. ഇനി ഇവിടെ അമ്മയടക്കം നിരപരാധിയാണെന്നുള്ള രീതിയിലാണ് അനുഭവസ്ഥയായ ഈ ഒരു സ്ത്രീ പറയുന്നത്. ഈ ഒരു യുവതി എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പോയ ഒരാളാണ്. ടീൻസ് മേക്ക് ഓവർ ബൈ ടീനു ജോഷി എന്ന് പറയുന്ന ഒരു ചെറിയ ചാനലാണ്. അവർ ആ വീട്ടിൽ പോയപ്പോൾ അവർക്കുണ്ടായ ആ ഒരു ദുരനുഭവം, റിയൽ ലൈഫിലെയും കൊച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അവർ പറയുമ്പോൾ ഒരുപക്ഷെ കൊച്ചുവിനെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന പെണ്ണ് പോലും ഒരുപക്ഷെ കുറച്ചൊന്ന് ഭയക്കും. ഫോട്ടോ എടുക്കണം, കാരണം ഇവർക്ക് അത്രയും നല്ല ഹ്യൂജ് ഫോളോവേഴ്സ് ആണല്ലോ. നമ്മളവിടെ ചെന്നു, ഇവരെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ മേക്കപ്പിന് ചെല്ലണം. അപ്പം നമ്മൾ പോണ വഴിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് വണ്ടി ഞാൻ കുറച്ചധികം നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതിൽ നമ്മൾ അവരുടെ അവിടേക്ക് വിചാരിച്ച സമയത്ത് എത്തിയില്ല. നമ്മൾ 4 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയത് 4:30 ആയപ്പോഴാണ്. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിരുന്നു, നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. നമ്മൾ അംഗീകരിക്കണം, നമുക്ക് വിചാരിച്ച നേരത്തെ എത്താൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ മേക്കപ്പ് തീർത്ത് കൊടുത്തു. മൃദുലനെ സാരി ഉടുപ്പിച്ച് ഹെയർ ചെയ്ത് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട്. അത് ആ ഒരു ബ്ലൂ സാരിയിലുള്ള ലുക്ക് അത് നമ്മൾ ചെയ്ത് കൊടുത്തു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഫൗണ്ടേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പിൻ്റെ അറിയുന്നവരോടാണ് കേട്ടോ ഈ മേക്കപ്പ് നമ്മളാണ് ചെയ്തത്. സെക്കൻഡ് ലുക്കും നമ്മൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇവരുടെ വീട്ടിൽ വലിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലൈറ്റൊന്നും കൊണ്ടുപോയില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വീണ്ടും നമ്മൾ അവരുടെ റൂമിൽ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ്, അതിൻ്റെ ഒരു കുഞ്ഞ് ലൈറ്റാണ് ഇവർക്ക് റൂമിലുള്ളത്. ആ വെളിച്ചത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. നമ്മൾ 4:30 സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വെളിച്ചമില്ല, അപ്പോൾ നമുക്ക് അകത്തേക്ക് വെളിച്ചം തീരില്ല. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നു, ജനൽ തുറന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു മേക്കപ്പ് അല്ല നമുക്ക് റിസൾട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പ്രവീൺ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പ്രവീൺ അവിടെ എനിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം, നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ. ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയ സംഭവം പോലെ നമ്മളിങ്ങനെ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ തന്നെ പോയി. നമ്മൾ പ്രവീൺ നോക്കുമ്പോൾ എന്തോ ഒരു പോലെ എൻ്റെ ഒരു പോക്ക് പോയി, നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. അത് കഴിഞ്ഞ ആൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കണത് ഇതാ, മൃദുലനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട്, നമ്മളവരെ കണ്ടുപോലും ഇല്ലാന്ന്. നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയത്. പക്ഷെ അവനത് പറഞ്ഞ ടോൺ അങ്ങനെയാണ്, ഞാൻ അത് മേക്കപ്പിന് വന്നവരെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ മൃദുല നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. എല്ലാത്തിനും നമ്മുടെ അടുത്ത് സാരില്ല ചേച്ചി, ലേറ്റ് ആയാലും കുഴപ്പമില്ല. ലേറ്റ് എന്തോ ചോദിച്ചിരുന്നു, നമ്മൾ ഇങ്ങനെ കറണ്ട് ഇടയ്ക്ക് പോയോണ്ടിരിക്കുക, ഇതൊന്നും കാണില്ല, ക്ലിയർ ആവണില്ല ഫേസ്. വളരെ ലേറ്റ് കൊച്ചു എടുത്ത് തന്നു. പക്ഷെ അതെന്തോ അത്ര ചോദിക്കാം, കൊച്ചു ഒരു ലേറ്റ് എടുത്ത് തരുമോ ചോദിച്ചപ്പോൾ കൊച്ചൊരു മറമ്പലത്തിൽ ലേറ്റ് എടുത്ത് വന്നിട്ട് പിടിച്ചൊന്ന് കുത്തി തരാൻ പറഞ്ഞപ്പോൾ അതിന് പോലും അവന് വയ്യ, കുത്താൻ പോലും അവന് വയ്യ. അതപ്പോ ഇതിപ്പോ എനിക്കിങ്ങനെ പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോൾ മുത്ത് മടിയനാന്നുള്ളത് നമുക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇല്ല ശരിക്കും എന്തെങ്കിലും വീഡിയോക്ക് മാത്രം കറക്റ്റ് സമയത്തിന് കാണിക്കും, അത് കഴിഞ്ഞാൽ സ്പോട്ടിൽ പറയുന്നുണ്ട് ഇടത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അവനതിനുള്ളതില്ല. കാരണം അപ്പോൾ ഇത് ഞാനിങ്ങനെ കറക്റ്റാണ് പ്രവീൺ പറഞ്ഞില്ല, അത് നല്ല മടീനാന്ന് പറഞ്ഞത്. അത് സംഭവം ഓക്കെയാണ്, നമുക്ക് അവിടെ തന്നെ അത് കത്തി.
അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ ഇവളോട് അത് പിടിച്ചു നിന്നോളെ, കാര്യം. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണ്ടേ, നമുക്ക് വർക്ക് ചെയ്യണം. അത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് താഴെ നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ മൃദുല ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെയൊക്കെ ജനലയുടെ പ്രകാശത്തിനാണ് കുറച്ചെങ്കിലും ജനല തുറന്നിട്ട് മഴയായിരുന്നു. അത് നമ്മൾ ആ മേക്കപ്പ് തീർത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു അടുത്തേനെങ്കിൽ നമുക്ക് സമയം വേണം കേട്ടോ, നമുക്ക് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ വ്ളോഗ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ലുക്കിന് 9:30 അടുത്ത മേക്കപ്പ് തീർക്കണം. കയറി വരുന്നത് 8:45. എനിക്ക് അങ്ങനത്തെ ഒരു മാജിക് അറിയില്ല. 3/4 മണിക്കൂർ കൊണ്ട് സാരി ഡ്രൈപ്പിങ്ങും ഓർണമെന്റ് സെറ്റിങ്ങും മേക്കപ്പും ഹെയർ ചെയ്യാൻ എനിക്കറിയില്ല. നമുക്ക് പറഞ്ഞ പോലെ ഒന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല സമയം. അത് നമ്മുടെ ഭാഗത്ത് എന്താ പറയുക, നമുക്കൊരു സമയം കിട്ടിയാലല്ലേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്ക് അറിയാം എൻ്റെ മേക്കപ്പ് ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ഒന്നല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഫുഡ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ ആ ആൻറ്റിയാണ് കേട്ടോ ഒരു 4-5 വട്ടം കയറി വന്ന് മൃദുലയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നു, ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. മൃദുല അമ്മ വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരും, ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു. എൻ്റെ ഇടയിൽ ആൻറ്റി സാരി എടുക്കാൻ വരുന്നതൊക്കെ. അപ്പം ആൻറ്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവായിട്ട് നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആൻറ്റിയുടെ ക്യാരക്ടറിൽ തോന്നിയിട്ടില്ല. നമുക്ക് അന്ന് അത്രയും ദേഷ്യം വന്നൊരു ക്യാരക്ടർ കൊച്ചിട്ട് ക്യാരക്ടറായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളിങ്ങനെ ഇവരൊക്കെ കാണുമ്പോൾ വലിയ സംഭവം പോലെ നോക്കുമ്പോൾ ഇവർ നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭയങ്കര ഹെഡ് വെയിറ്റ്, ഒന്ന് ചിരിക്കണ പോലും ഇല്ല. ആ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കൻ ചിരിക്കണ പോലും ഇല്ല. ആ ഭാഗത്ത് അങ്ങനെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നോക്കില്ല, വീഡിയോ എടുക്കണോ പോകണം അവര് അവരെ കാര്യം. നമ്മളെ കാണുമ്പോൾ എന്തോ വലിഞ്ഞു കയറി വന്ന പോലെ അവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി നമുക്ക് നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. ഞങ്ങൾ പറഞ്ഞു ആൻറ്റി ഞങ്ങൾക്ക് ഫുഡൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് റൂമിൽ നിന്ന് വരുന്നത് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വരുന്നതിനാ കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനേ. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രവീണൊന്നും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡായിട്ട് കുറച്ച് നേരമൊക്കെ പ്രവീൺ സംസാരിക്കണം കണ്ടിരുന്നു. ആൾ ഭയങ്കരമായിട്ട് വർത്താനം ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇവർ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. വേണ്ട ഫുഡ് ഒന്നും കഴിക്കണ്ട, ഞങ്ങൾ അപ്പം തന്നെ പോയി ഇറങ്ങാൻ നിൽക്കായിരുന്നു. അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ട് അതാണ് കുറച്ചും കൂടി വിഷമമായത്. എടുത്ത് വെച്ച ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഇവർ ക്യാമറ ഓണാക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞൊരു ഇതുണ്ട്, ഇത് തൃശ്ശൂരിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്ന ടീമാണ് കേട്ടോ. നമുക്കുണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഫുഡ് നമ്മൾ കഴിച്ചിരുന്നു. നമുക്ക് ആ ഒരു ഫുഡിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ചെന്നതാണ്. അപ്പോൾ അച്ഛനായാലും നമ്മൾ അങ്ങനെ അധികം സംസാരമൊന്നും വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ നമ്മളൊരു ലിമിറ്റ് കാണുന്നു, ചിരിക്കുന്നു, പോകുന്നു. പിന്നെ മൃദുലയുടെ ഫാമിലി ആണെങ്കിലും ശരി പറയുന്നത് അവർ ഭയങ്കര സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നത് കാണുമ്പോൾ ഞാനപ്പോൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ശരിയാണ് അവരുടെ വീട്ടുകാർ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ. ഒത്തിരി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ ഞങ്ങൾക്കത് അന്ന് കത്തിയിരുന്നു. നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അവരേ അല്ല, അവരുടെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ വിശ്വസിക്കില്ല. ആ സമയത്ത് അവർക്ക് ഓൾറെഡി അവരുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ വ്യൂസ് കമന്റ് തന്നെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ദൈവം ഇത്രയും നല്ല ഫാമിലി ഉണ്ടെന്ന്. നേരിട്ട് കണ്ട ഞങ്ങൾ സത്യം തന്നെ ഒന്നും പറയാനില്ല. കുറെ പേര് ഫോട്ടോ എടുത്ത് ചോദിച്ചു, എടി അടിപൊളി നിങ്ങളുടെ ഭാഗ്യമാണ് അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾക്ക് 2 മാസം മുന്നേ ഞങ്ങൾക്ക് കത്തിയിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരാൾ വിശ്വസിക്കില്ല. ഈ കുഞ്ഞു ചാനലുകാർ വന്നിട്ട് ഇത്രയും വലിയ ചാനലിനെ അഗേൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊങ്കാലിട്ടുള്ളൂ എല്ലാവരും. പക്ഷെ അതിന് കഴിഞ്ഞ ശേഷം ചില കമന്റുകള് കുറച്ച് നേരത്തേക്കാണ്, പിന്നെ കാണില്ല. അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നോട്ടീസ് ചെയ്തത് നമ്മൾക്ക് അവരുടെ അയൽവക്കത്തു നിന്നായാലും കിട്ടി കുറച്ച് ഇമേജസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ കാണുന്നതല്ല അവരെന്ന് പറയുന്നത്. മൃദുലയുടെ കാര്യത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ട് കുടുംബം കലക്കി അല്ലെങ്കിൽ അവൾ വന്നത് ശേഷനാണെന്ന്. പക്ഷേ ഈ പറയുന്ന മൃദുലയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ട് അവിടെ നിൽക്കാൻ തോന്നിച്ചതിന്റെ ഏക കാരണം. മൃദുല നമ്മുടെ കുറച്ചും കൂടി അവളുള്ള കാരണമായിരുന്നു നമ്മൾ കുറച്ചും കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. പ്രവീൺ വന്നിട്ട് ലാസ്റ്റ് ഇറങ്ങുന്നത് പറഞ്ഞപ്പോൾ ആള് ഹരിബറിക്ക് കൂട്ടിയത്. പക്ഷേ സമയത്തിന് ഒരു ഇതുകൊണ്ടാണ് നിൽക്കും. പക്ഷേ ഞങ്ങൾ പോന്നിട്ടാണെങ്കിലും ചേച്ചി നിങ്ങൾ എത്തിയോ, നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ഒരു വീഡിയോ ഒരു എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പൊ മൃദുലേനെ ഞങ്ങൾ അവിടെ നിൽക്കാനുണ്ടായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തരിയെങ്കിലും ഒരു ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് മൃദുല. കുറേ പേര് ഇപ്പൊ അമ്മയ്ക്കെതിരെ പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഈ പറയുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ട് വർത്താനത്തിൽ വരുന്ന നമ്മൾ തല്ലു പിടിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് തന്നെയാണ് അമ്മയുടെ ഭാഗത്ത്. കാരണം അമ്മ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് കണ്ടത്. മൃദുലയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിച്ചായിരുന്നു റിയാലിറ്റിയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയും ചെയ്തു. അമ്മയും പറയും ചെയ്തു. കൊച്ചിന് മാത്രമേ ഞങ്ങൾക്ക് അന്നൊരു സുഖമില്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെ ചില വീഡിയോസിന്റെ കമന്റുകളൊക്കെ വായിച്ചു വന്നാൽ തുടങ്ങിയപ്പോൾ എവിടേക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അത് പൂർണ്ണമായി 2 ദിവസത്തിനുള്ളിൽ ഇവരുടെ വീഡിയോ നമുക്ക് കണ്ടപ്പോൾ ഒരുപാട് വിഷമമുണ്ടായി. കൈയൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാൽ കണ്ടപ്പോൾ നമുക്ക് അതിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇതല്ലേ. അപ്പൊ അതിനകത്ത് പ്രവീൺ സ്വന്തം അനിയനെ കുറിച്ച് പ്രവീൺ പറഞ്ഞത് എന്തായാലും നുണയാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ കൊച്ചു അല്ല അടാറ് ഫേക്കാന്നുള്ളത്. അപ്പോൾ നമുക്കത് ഇപ്പോൾ പ്രവീൺ പറഞ്ഞപ്പോൾ അത് ഓക്കെയാണ്. കാരണം അവൻ്റെ ക്യാരക്ടർ നമുക്ക് അന്ന് പിടികിട്ടിയതാണ്.
ഇങ്ങനെയൊക്കെ ചെയ്യും വല്ല മുത്തുമടിയനാന്നുള്ളത്. കാരണം ഒരു ലൈറ്റ് കുത്തി തരാൻ പറഞ്ഞിട്ട് പോലും അവൻ കുത്തി തരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നത് നല്ല മടിയനാണ്, നല്ല ഹെഡ് വൈ, നല്ല അഹങ്കാരമുണ്ട്, നല്ല ചെറിയ അഹങ്കാരം അലു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ അലു എനിക്ക് ഫോട്ടോ ഒന്നും വേണ്ട ആന്റി എന്ന് പറഞ്ഞു. മൃദുലൊക്കെ ഫോട്ടോ എടുത്തു, അമ്മയായാലും അമ്മ ഇറങ്ങുമ്പോഴൊക്കെ കുറെ സംസാരിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെ പൊങ്കാല വരും കൊച്ചിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ശരിക്കും മനസ്സിലാക്കിയ ഒരു ക്യാരക്ടറാണ് കേട്ടോ, വളരെ ഒരു മോശം ക്യാരക്ടറാണ്. ഉണ്ടാവായിരിക്കട്ടെ ഇപ്പൊ ഇവരെ തന്നെ കുറെ കൊളാബ് ഷൂട്ട് ചെയ്തവർക്ക് ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാവായിരിക്കും. പറയില്ല, കാരണം ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാലയാണ് നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ. അപ്പൊ പറയാൻ പേടിച്ചിട്ടാണ് പലരും പറയാത്തത്. ഇവർക്ക് കൊളാബ് ഒത്തിരി കൊളാബ് വരുന്നവരാണ്. ഇപ്പൊ നമ്മൾ ചെറിയ ആൾക്കാർക്ക് ഇതുപോലെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചെങ്കിലും പേര് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, നമ്മൾ ഈ തൃശ്ശൂർ എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ ഇവരുടെ വീഡിയോ എങ്ങനെയാണ് ഔട്ട് വരാന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇവര് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ വിചാരിക്കാം ഫുഡ് കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ വന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ഭയങ്കര വിഷമം. ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നും കൂടി ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിക്കാനായിട്ട് വേണ്ടി വരുന്ന ഭയങ്കര വിഷമിച്ചു. ഒരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു നമ്മൾ കയറിയപ്പോ തന്നെ. കാരണം ഇവർ നമ്മളെ ഒരുമാതിരി വലിഞ്ഞു കയറി വന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്ത പോലെ ആയിപ്പോൾ. കൊച്ചൊക്കെ ശരിക്കും നമ്മളോടൊന്നും ഒരു അക്ഷരം ഒന്ന് ചിരിക്ക് പോലും ചെയ്തിട്ടില്ല. 2-3 മണിക്കൂർ നമ്മളവിടെ ഉണ്ടായിരുന്നു, ഒന്ന് ചിരിക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ കൊച്ചിനെ ഭയങ്കര പൊക്കി പറയുന്നവർ ഇനിയും ഉണ്ടാവും. അപ്പോൾ അവരോട് മനസ്സിലാക്കാം നമ്മൾ അന്ന് അത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചെക്കൻ ഒരു സൈഡിൽ നിന്നൊക്കെ എന്തൊക്കെയോ കിടന്ന് കുറുകുറുക്കുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ അത്രയും സുഖമായിട്ട് തോന്നിയിട്ടില്ല ചില കാര്യങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല ശരിക്കും നമ്മുടെ അവരുടെ ഫാമിലി നടക്കുന്ന സംഭവം നമുക്ക് അന്ന് തന്നെ മനസ്സിലായി. കാരണം ഓരോ വട്ടം ക്യാമറ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ അടുത്തേക്ക് വരുമ്പോൾ ഇവരുടെ മുഖം മാറുന്ന നമ്മൾ കണ്ടോണ്ട് സംസാരമായിരുന്നു. ഇവര് നല്ല പക്ക എന്താ പറയാ അഭിനയാണ് കേട്ടോ വീഡിയോക്ക്. കമന്റ് ഇപ്പൊ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കറക്റ്റ് ഒരു കണ്ടന്റ് എങ്ങനെ വരുന്നു അതിനനുസരിച്ച് ഇവരും നമുക്ക് അന്ന് തന്നെ കത്തി ഇവരിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ സാറ് സമയത്ത് പെട്ടെന്ന് കൊച്ചു അങ്ങനെ കൊച്ചു ഇങ്ങനെ പ്രവീൺ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ അഭിനയൊക്കെ മാറി. അത് കഴിഞ്ഞ ശേഷം ഓരോരുത്തർ ഓരോ ദിശയിലാണ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ വരുമ്പോഴാണ് ഇവർ ശരിക്കും അഭിനയിക്കുക തന്നെയായിരുന്നു. അപ്പൊ ഇവരുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നം നമ്മള് ചില സമയത്ത് ചിന്തിച്ചു നമുക്ക് തോന്നിയതാണോ തെറ്റ്, നമ്മൾ കണ്ടതാണോ തെറ്റ്. നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങളടുത്തൊക്കെ മെസ്സേജ് അയച്ചവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോലും അല്ല അവരുടെ ലൈഫ്. ഒത്തിരി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഞങ്ങളത് പറയും ചെയ്തായിരുന്നു. ഇത് അധികം നാള് പോവില്ല, ഇത് അധികം വൈകാതെ പൊട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. എനിക്ക് അവന്റെ കൈമൊക്കെ കാണിച്ചത് കണ്ടപ്പോ പിന്നെ അച്ഛനും അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില. പക്ഷെ മൃദുലായിട്ട് ചെയ്തത് ഭയങ്കര മോശമായി പോയി. അതൊരു തെറ്റുണ്ടാവായിരിക്കും, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. അതെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു വിഷമാണ് കേട്ടോ. അത് ഞങ്ങൾ എങ്ങനെ എടുക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുന്നത് എങ്ങനെ വരണേന്ന് അറിയില്ല. ഞങ്ങൾ കുറെ കൊളാബ് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്, കുറെ നല്ല നല്ല സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും നാളിന് ശേഷം ഇവിടെ പോയിട്ട് ഒരു പേരൊന്നും പറയില്ല. അവരുടെ വീട്ടിലൊക്കെ പോയി സ്വന്തം ഫാമിലി ചെന്നപ്പോൾ അവരെന്ത് വെള്ളം കുടിക്കുകയും ഇരിക്കുക. നമ്മുടെയൊക്കെ സ്റ്റാഫുമാരൊക്കെ പേരിങ്ങനെ എടുത്തെടുത്ത് ഓക്കെ ആണ് ഇടി നീ ഓക്കെ ഇല്ല അങ്ങനെ ഒരു ചോദ്യം ഇതൊന്നുമില്ല. വെള്ളം ആന്റിയുടെ ഒരു കൺസിഡറേഷനും മൃദുലയുടെ ഒരു കൺസിഡറേഷനും. മൃദുലേനെ പറയുന്നവരോട് ഇപ്പൊ ഇത്രേ പറയാന്നുള്ളൂ. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറി വന്നു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ആ പെൺകുട്ടിയുടെ മണ്ടയ്ക്ക് ഇടാതിരിക്കുക. അങ്ങനെയൊന്നും അല്ല. മൃദുല ഈ കാണുന്നത് പോലൊക്കെ തന്നെയാണ് എപ്പോഴും ചിരിച്ച്. പിന്നെ ഈ പറഞ്ഞ പ്രവീൺ ആയാലും മൃദുലേനെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണ് കേട്ടോ. ഒരു മേക്കപ്പ് കഴിഞ്ഞ മേട്ട എങ്ങനെയുണ്ട്. അപ്പം ഈ പ്രവീണാണ് ഇതിന് കമന്റ് പറയുന്നത്. അത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാം കമന്റ് പറയുന്നത്. ശരി, ഓപ്പോസിറ്റ് വേറൊരു കാര്യം പറയണത് മറ്റേത് മൊത്തം നെഗറ്റീവ് ആണെന്നുണ്ട് പറയുന്നത്. കൊച്ചു ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ പറയണം. ശരിക്കും ഇപ്പത്തെ ഒരു ജനറേഷനിലല്ല ചിന്തിക്കുന്നത്. എന്തോ പണ്ടത്തെ ഒരു ഓൾഡ് ടൈപ്പ് ഉള്ള ആൾക്കാരെ നമ്മളവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി ഇതൊന്ന് ശരിയാക്കിപ്പോന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഇടയിലുണ്ട്. ലൈറ്റ് ഇല്ല, ഒന്നുമില്ലാതെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇത്ര ആൾ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മളോട് പറഞ്ഞു നമുക്ക് സമയമില്ല, സമയം തന്നിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എന്നിട്ട് ഇത് അങ്ങനെ ഇങ്ങനെ നമ്മുടെ മുഖത്തടിച്ചാണ് സംസാരിക്കുക. അതിൽ തന്നെ അറിയാം അവൻ്റെ നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അപ്പോൾ നമ്മളെടുത്ത് മര്യാദ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ചേച്ചി ഇങ്ങനെ ഒന്ന് നോക്കിക്കോളട്ടെ, ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. ചിലപ്പോൾ വീഡിയോയിൽ പോകുമ്പോൾ ഇങ്ങനെ ആവും അങ്ങനെ ആവും. നമുക്ക് അങ്ങനെ ജസ്റ്റ് നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതുപോലെ നമ്മുടെ അടുത്ത് കാണിച്ചു. എന്നിട്ട് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മൃദുലോട് ചോദിച്ചിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ ഓക്കെ ആയിരുന്നു ചേച്ചി. ഞാൻ പിന്നെ ഒത്തിരി ഡാൻസ് ഒക്കെ കളിക്കണമെന്നല്ല, അതുകൊണ്ട് സ്വെറ്റിംഗ് ആവണതാണ്, അതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ആള് പറയുന്നുണ്ട്. ആള് നമ്മളെ ഒരുപാട് എന്താ പറയാ ചേച്ചി ഓക്കെ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മൃദുലയാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് അവിടെ നിൽക്കാനെങ്കിലും നമ്മൾ ഇട്ടിട്ട് പോകുന്നതിനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മൊത്തത്തിൽ. ഇതൊക്കെ മൈൻഡിലെ കട്ടായി അവിടെ ചെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നല്ലൊരു ഇത്രയും മോശം അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും അത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇവരെ കാര്യങ്ങൾ ശരിക്കും ഇങ്ങനെയാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്.
അന്ന് പറയരുത് വിചാരിച്ചു, വേണ്ട നമ്മളൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകണമെന്നില്ല. ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 4 മില്യനും ഒരു 1K ഉള്ള ആൾക്കാർക്ക് വിശ്വസിക്കും? ഇല്ല, വിശ്വസിക്കില്ല. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ അത് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. ഞങ്ങളത് ഇന്നലെയും കൂടി ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ആ വീഡിയോ കണ്ടത്, ആ പെൺകുട്ടീനെ അത്രയും മാത്രം ചെയ്യുന്നതും അതൊക്കെ പോട്ടെ, പ്രവീണിനെ അടുത്ത് പ്രവീണിന്റെ കൈ നമുക്ക് കാണുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രവീണെ ഏട്ടാന്ന് വിളിക്കുന്നതൊക്കെ പക്ക ഫേക്കാന്ന് പറയുന്നത് അങ്ങനെയല്ല. മൃദുല ഒരിക്കൽ പോലും ഏട്ടാന്ന് വിളിച്ചിട്ട് ഞാൻ കുറിച്ച് നിൽക്കണത് അത് എപ്പോഴും ഏട്ടാ അത് അങ്ങനെയാണോ ഓക്കെയാണോ ഇതിങ്ങനെ ഓക്കെയാണോ. അവൾ അങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ഒരു ഭാര്യനെ നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്തെന്ന് വെച്ചിട്ട് അവൻ പെൺകോന്തനൊന്നും ആവാൻ പോണില്ല. നല്ലൊരു ഹസ്ബൻഡ് ആയതുകൊണ്ടല്ല അങ്ങനെ നിൽക്കുന്നത്. അല്ല, ഇത്രയും ഇതുണ്ടായിട്ടും കൂടെ നിൽക്കണമെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അവന്റെ ഭാഗത്ത് അവളുടെ ഭാഗത്തും തെറ്റില്ല. അത് അവന്റെ ഭാര്യനെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കണതാണ്. അതൊക്കെ നമ്മള് പ്രവീണിന്റെ ഭാഗത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മളടുത്ത് പോകാൻ നേരത്തെ ആളെ ഓക്കെ സംസാരിച്ച് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് നമ്മള് ഫോട്ടോ എടുത്തു. അതുവരെ നമ്മുടെ അടുത്ത് അത്രയും നമ്മളവിടെ ഉണ്ടെന്നുള്ള ഒരു ഇതിലുണ്ടായിരുന്നില്ല. ആരോ വന്ന പോലെ ഒരു മൈൻഡില്ല. ജാടയാണ് മെയിൻ. പക്ഷെ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾക്ക് പോയി ആകെ ഇനി ഇവരെന്ത് വിചാരിച്ചു. നമ്മുടെ ജസ്റ്റ് ഒന്ന് ചിരിച്ചാലെങ്കിലും മതി. ഇതൊരുമാതിരി പേര് ഇപ്പൊ തന്നെ വീഡിയോ എടുക്കാം, അപ്പൊ തന്നെ അവരെ കാര്യം നോക്കാം. നമ്മുടെ കാര്യം ഒന്നും ചോദിക്കണില്ല. ഞങ്ങൾക്ക് സങ്കടമായത് നമുക്ക് സമയം തന്നിട്ടില്ല. ക്യാമറ കൊണ്ടുവരുന്നു, ആ മേക്കപ്പ് തീർന്നു, അച്ഛനമ്മ വന്ന് ഇറങ്ങുന്നു പറഞ്ഞു. ആ സമയത്ത് മൃദുല പറയും ചേച്ചി മാലിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യണം, നമുക്കൊരു ഫിനിഷിംഗ് ടൈം വേണ്ടേ. ഇതൊന്നും തന്നില്ല നമുക്ക്. അപ്പൊ എല്ലാവരെയും ക്യാരക്ടർ അങ്ങനെ ആവണമെന്നില്ല. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറവുകളും ഉണ്ട്. അവളുടെ ഭാഗത്തും ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം. പ്രശ്നങ്ങളില്ലാത്തവരൊന്നും ഇല്ലല്ലോ. എന്താ പറയാ, അന്ന് ഞങ്ങൾക്ക് വളരെ മോശമായിട്ട് തോന്നിയത് ഈ പറഞ്ഞ കൊച്ചുവിന്റെ ക്യാരക്ടർ തന്നെ. നമുക്ക് എന്താ പറയാ, ഇതിപ്പോ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാകും. അത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കുറെ വീഡിയോ ഉള്ള ആൾക്കാർ കുറെ വീഡിയോകൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അവർ ശരിക്കുള്ള ക്യാരക്ടറും ആ സ്പോട്ടിലാണ് മെസ്സേജ്. അവർക്ക് എന്ത് നെഗറ്റീവ് അതൊക്കെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കും. ഞങ്ങളിത് ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ചില സമയം നമ്മൾ ഈ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ വീഡിയോസിന്റെ കമന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ കുറച്ചു നേരം അത് കാണില്ല. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കമന്റ്സ് ചെക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളും ചെക്ക് ചെയ്ത് ഓക്കെ നെഗറ്റീവ് കമന്റ് ഉണ്ട് ഇവർക്ക് കുറച്ച് പേരുടെങ്കിലും ഭാഗത്തുനിന്ന്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് അപ്പൊ തന്നെ ഡിലീറ്റ് ആയി കളയുന്നുണ്ട്. നമ്മളത് വായിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് നോക്കുമ്പോൾ കാണില്ല. അത്രയൊക്കെ തന്നെ നമുക്കും പറയാനുള്ളത്. നമുക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഒരു പെൺകുട്ടിനെ ആരും ടാർഗറ്റ് ചെയ്ത് മൃദുലയാണ് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ അറിയില്ല. അവരുടെ വീട്ടിൽ എന്താ പ്രശ്നം ഇപ്പോഴും അവർ എന്തി കൂടെയാണ് തല്ലുപിടുത്തുണ്ടായി അവർ ഇറക്കി വിട്ടു അവർ പറയണം. അവർ എന്താണ് റീസൺ അവർ പറയുന്നില്ല. അവരുടെ ഫാമിലിയാണ്. നാളെ അവർ ചിലപ്പോൾ കൂടും, അവർ ഒരുമിച്ചാവും, ചിലപ്പോൾ അവർ സ്ട്രിക്റ്റ് ആവും, നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയാൽ ഇവനെ പോലുള്ളവർ ഇത്രയും മതി ആരാധിച്ച് പോകുന്നവരെ ചെകിട്ടത്തടിക്കാൻ വേണ്ട. സത്യം പറഞ്ഞാൽ കണ്ണാപ്പികളെ പിന്നെ നമ്മൾ കണക്ക് കൂട്ടണ്ട, കണ്ണാപ്പികളാണ് അവർ പോട്ടെ. പക്ഷേ ഈ പ്രായമായ ആൾക്കാർ, ഇത്രയും അധികം വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇവനെ പോലുള്ളവരുടെ മുമ്പിൽ പോയി ഫോട്ടോ എടുക്കാനും ഇവനെ തൊഴുവാനും ആരാധന മുഖത്ത് പോയി നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇവരാരാണ് ആക്ച്വലി? അത്രയും അധികം വലിയ സെലിബ്രിറ്റി പരിവേഷമുള്ള ആൾക്കാരാണോ? ഫാമിലി വ്ലോഗ് നടത്തുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ എന്നതിലുപരി മറ്റെന്ത് സവിശേഷതയാണ് ഇവർക്കുള്ളത്? ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, അമ്മ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നാണ് പ്രത്യേകം പറയുന്നുണ്ട്. അമ്മ എല്ലാ ആഹാരവും കൊണ്ട് കൊടുക്കുകയും കറക്റ്റ് സമയത്ത് ഈ പെങ്കൊച്ചിനെ പരിപാലിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ അമ്മയെ കൂടെ ഈ രീതിയിലാക്കിയത് ഈ കൊച്ചുമായിരിക്കും. ഇളയ ചെറുക്കന്മാർ പറയുന്ന രീതിയിലേ തന്തേ നല്ല നിൽക്കത്തുള്ളൂ. എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഓൾമോസ്റ്റ് 99% അങ്ങനെയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇവൻ എന്ത് പറയുന്നു അവരത് ഫോളോ ചെയ്തു. ഇവൻ ചെയ്യുന്നതിന് മറുത്ത് ഇവർ പറഞ്ഞു കഴിഞ്ഞാലോ ചെയ്താലോ തീർന്നു, നമ്മുടെ പരിപാടി തീർന്നു. ആ രീതിയിൽ സൈക്കോപാത്തായി ഒരുപക്ഷെ ഇവൻ മാറുമെന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടാവാം. സോ ആ രീതിയിൽ വീട്ടിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളെ എതിർക്കാൻ ഈ തന്തയ്ക്കോ തള്ളയ്ക്കോ ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവില്ല. എനിവേ തന്ത എന്ന് പറയുന്ന ആളുടെ കഴിവേടായിട്ടാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ ഒരു വിഷയത്തെ അവർ സമീപിച്ച രീതി ഒട്ടും ശരിയല്ല. അതുപോലെ തന്നെ ഈ വീഡിയോകൾ പുറത്തു വിട്ടാണ് രണ്ട് കൂട്ടരും ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരം. പുറത്തുവിടാനുള്ള പ്രധാന കാരണം ഈ ഇളയ ചെറുക്കൻ ഈ വീഡിയോ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിവേ രണ്ട് കൂട്ടർക്കും മനസ്സിലായത് കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല, പോലീസ് കേസ് വരെ ആവുന്നു. കൊച്ചുവിനെ അറസ്റ്റ് ചെയ്യാനും വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊച്ചിനും തന്തയ്ക്കോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് കൂട്ടരും വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഒത്തുതീർപ്പ്, അതായത് പരാതി ഇല്ലാതെ ഒരു ഒത്തുതീർപ്പിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാം. ഇനിവേ വീഡിയോ പുറത്തു വന്ന സ്ഥിതിക്ക് ആരെങ്കിലും പൊതുതാൽപര്യ ഹർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൊച്ചുവും അച്ഛനും പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ രീതിയിലുള്ള വീഡിയോ ആണ് ഇവർ ചെയ്തു വെച്ചിരുന്നത്. എനിക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊക്കെയുള്ള പ്രധാന കാരണം ഈ കൊച്ചു തന്നെയാണ്. കൊച്ചു മാത്രമാണ് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് വന്ന ആൾക്കാരാണ്. ഇനിയെങ്കിലും കൊച്ചുവിനെ അമിതമായി ആരാധിക്കുന്ന, കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു റിയാലിറ്റി തിരിച്ചറിയുക. ഇനിവേ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.